ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പം 10th സ്റ്റാൻഡേർഡ് IT ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഇങ്ക്സ്കേപ്പിൽ നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. സേ നോ ടു വാറൊക്കെ നിങ്ങൾ വളരെ മനോഹരമായി ചെയ്തു. ഇനി ഇങ്ക്സ്കേപ്പിൽ നിന്നും നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എക്സാമിന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരിക എന്ന് ഒന്ന് ഫെമിലറൈസ് ആവുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇങ്ക്സ്കേപ്പിൽ നിന്നും കഴിഞ്ഞ ഇയറിൽ മിഡ് ടേം എക്സാമിനേഷന് വന്നിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ഇങ്ക്സ്കേപ്പിൽ വന്നിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നൊരു വർക്കാണ് ഇരുളും വെളിച്ചവും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്ലോബ് സ്ഫിയർ നിർമ്മിക്കാനുള്ള. ആ വർക്ക് കഴിഞ്ഞ മിഡ് ടേം എക്സാമിനേഷന് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലമായിട്ട് ആ വർക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മലയാളത്തിലാണ് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. മാതൃകയിലുള്ളതുപോലെ ഒരു ഗോളം സ്ഫിയർ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. അതിന് സൂചന ഹിൻസ് തന്നിട്ടുണ്ട്. ഗ്രേഡിയൻ്റ്, ബ്ലർ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ചിത്രത്തിന് നിഴലും വെളിച്ചവും നൽകുക. അപ്പം നമുക്ക് ലൈറ്റും ഷാഡോയും ഒക്കെ ചേർത്തുകൊണ്ട് ഇങ്ക്സ്കേപ്പിൽ ഈ പിക്ചർ ഒന്ന് തയ്യാറാക്കാം. ഓക്കെ, ഞാനിവിടെ ഇങ്ക്സ്കേപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ഫിയർ നിർമ്മിക്കാനായി ആദ്യം വേണ്ടത് സർക്കിളാണ്. ഞാനിവിടെ സർക്കിൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സർക്കിൾ വരയ്ക്കാനൊക്കെ. നിങ്ങൾ ഷേപ്സൊക്കെ വരയ്ക്കാൻ പഠിച്ചു ഇങ്ക്സ്കേപ്പിൽ. എനിവേ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ് സെലക്ട് ദ സർക്കിൾ. സർക്കിളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കവിടെ ലൈറ്റും ഷേഡോയും പറഞ്ഞിട്ടുണ്ട്. ലൈറ്റും ഷേഡോയും ചെയ്യാനായി രണ്ട് കളറിൻ്റെ കോമ്പിനേഷൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രേഡിയൻറ്റ് ടൂള് നമുക്ക് ഉപയോഗിക്കാം. ഇത് ടൂൾ ബാർ ഇതാ കാണുന്നു. ടൂൾ ബാറിൽ ഈ ടൂൾ കാണുന്നില്ലാതെ ഇതാണ് ഗ്രേഡിയൻറ്റ് ടൂള്. യു ആർ ഓൾറെഡി ഡൺ ഇറ്റ്. എന്നാലും ഞാൻ ഒന്നുകൂടി ഗ്രേഡിയൻ്റ് ടൂൾ എടുക്കുന്നു. ഗ്രേഡിയൻറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രേഡിയൻറ്റിൽ വരുന്ന 3 ടൂൾസ് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അതിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഗ്രേഡിയൻ്റ് ക്രിയേറ്റ് ലീനിയർ ഗ്രേഡിയൻസ് ആണ്. നമ്മൾ റെക്റ്റാങ്കിൾസിനും സ്ക്വയേഴ്സിനൊക്കെ ചെയ്ത ലീനിയർ ഗ്രേഡിയൻ്റ്. സെക്കൻഡ് ടൂളാണ് ക്രിയേറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റ്. സർക്കിൾസിനൊക്കെ എലിപ്സിന്, സർക്കിൾസ്, സ്ഫിയേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം നമ്മൾ റേഡിയൽ ഗ്രേഡിയൻ്റാണ് ഉപയോഗിക്കുന്നത്. ഞാൻ റേഡിയൽ ഗ്രേഡിയൻ്റ് ക്ലിക്ക് ചെയ്തു. ദെൻ നമ്മൾ നിഴലും വെളിച്ചവും സൃഷ്ടിക്കാനായി റേഡിയൽ ഗ്രേഡിയൻ്റ് ടൂള് ഈ സർക്കിളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാർക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് സെൻറ്റർ നോഡ്സ് ഉണ്ട്, സൈഡ് നോഡ്സും കാണുന്നുണ്ട്. സെൻറ്ററിൽ നമ്മൾ ഏത് കളറാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പേ ഈ സെൻറ്റർ നോഡ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ സെൻറ്റർ നോഡ് ബ്ലൂ കളറായത് കാണുന്നില്ല. ഇനി ഇവിടെ ഒരു ലൈറ്റ് കളർ അപ്ലൈ ചെയ്യാം. നമുക്ക് ലൈറ്റ് കളർ അപ്ലൈ ചെയ്യാനായി ഞാനിതാ ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സൈഡിൽ വരുന്ന നോഡ്സ് ഞാൻ റൈറ്റ് സൈഡിലെ ഈ നോഡ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ആ നോഡ് യു ഹാവ് ടു സീ ഇറ്റ് ഈസ് ഇൻ ബ്ലൂ കളർ. ഇനി ഇവിടെ നമ്മൾ ഒരു ഡാർക്ക് കളർ അപ്ലൈ ചെയ്യാണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഡാർക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതാ ഇവിടെ ഈ ബ്ലാക്കിൽ ഈ ബ്ലാക്ക് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ ബ്ലാക്ക് ക്ലിക്ക് ചെയ്തു. ഈ ബ്ലാക്കാണ് ക്ലിക്ക് ചെയ്തത്. ഗ്രേ 90% ഗ്രേ. അതിനുശേഷം ഇവിടെ ഈ ഇപ്പം നമുക്ക് കാണാം സെൻറ്ററിൽ വൈറ്റ് കളറും സൈഡിലെല്ലാം ഡാർക്ക് കളറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക്
ഈ വെളിച്ചത്തെ ലൈറ്റിനെ വൈറ്റ് കളറിനെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഈ ഫിഗറിന് ഒരു സ്ഫിയർ എഫക്റ്റ് കൊടുക്കണം, ഗോളത്തിൻ്റെ എഫക്റ്റ്. അതിനുവേണ്ടി ഞാൻ ഈ സെൻറ്റർ നോഡിനെ, ഇത് ഈ പ്ലസ് മാർക്ക് കറക്റ്റ് അതിൽ കൊള്ളണം കേട്ടോ, സെൻറ്റർ നോഡിനെ ഡ്രാഗ് ചെയ്യുന്നു, അമർത്തി പിടിച്ച് മൗസ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കുന്നു. ഇനിയിപ്പോൾ ഇതാ ഈ സൈഡിലേക്ക് നീക്കി വെച്ചു. ഇപ്പോൾ ഇതിനൊരു സ്ഫിയർ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഗോള മാതൃക. നമുക്കൊന്ന് സെലക്ട് ടൂളിലേക്ക് ഒന്ന് മാറി നോക്കാം. ഇപ്പം നമുക്ക് കാണാം, ഇതാണ് നിങ്ങൾക്ക് വർക്ക് തന്നിട്ടുള്ള ഗോളം നിർമ്മിക്കുക, സ്ഫിയർ നിർമ്മിക്കുക. അപ്പം നമ്മൾ സ്ഫിയർ നിർമ്മിച്ചു കഴിഞ്ഞു. പിക്ചറിൽ താഴെ ഒരു നിഴലൂടി കാണുന്നുണ്ട്, കുറച്ച് ബ്ലർ ചെയ്തുകൊണ്ട് ഒരു ഷാഡോ കാണുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ സ്ഫിയറിനെ ഒന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്. നമുക്ക് ഷാഡോ കൊടുക്കാനായിട്ട് വേറൊരു സ്ഫിയർ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഞാൻ ഇതിന് താഴോട്ട് മാറ്റി ഇതിനെ സൈസ് ഒന്ന് കുറച്ചു. നമുക്ക് ഇതിനൊന്ന് ബ്ലർ ചെയ്താലോ, ഒന്ന് ബ്ലർ ചെയ്യാനായി ഏത് ടൂളാണ് എടുക്കുക? ഒബ്ജക്റ്റ്, ഫിൽ ആൻഡ് സ്ട്രോക്ക്. നമ്മൾ താഴോട്ട് മൂവ് ചെയ്യിച്ച് നോക്കുമ്പോൾ താഴെയുള്ള കുറച്ച് ടൂൾസ് കാണാം. ബ്ലർ 0 ഉണ്ട്, ഒപ്പാസിറ്റി ഉണ്ട്. ടെക്സ്റ്റിൽ ബ്ലർ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്ത് കാണുന്നത്. അതൊരു 68% ഉണ്ട്. ഇനിയിത് ഡ്രാഗ് ചെയ്ത് മാറ്റുന്നു. ബ്ലർ ഇഫക്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആ സ്ഫിയറിനടുത്ത് ഈ ബ്ലർ ഷാഡോയുടെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുക. ഷാഡോ ഒന്നുകൂടി ഓവൽ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എടുത്തു സ്ഫിയറിനെ ഇതിൻ്റെ സമീപത്തായി കൊണ്ടുവയ്ക്കുന്നു. ഈ നിഴലിൻ്റെ പിറകിലാക്കണമെങ്കിൽ കീബോർഡിൽ പേജ് അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പേജ് അപ്പ്, പേജ് ഡൗൺ പിറകിലാക്കാൻ പേജ് അപ്പ് മുന്നോട്ട് കൊണ്ടുവരാം. ഞാൻ പേജ് അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. പേജ് അപ്പ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ നിഴൽ പിറകിലായിട്ടുണ്ട്, സ്ഫിയർ അതിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഈ പേജിന് ഈ വർക്കിന് കണക്കാക്കി ഒന്ന് മാറ്റാം. അതിൻ്റെ മുന്നേ ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. നിഴലിനെയും സ്ഫിയറിനെയും ഗ്രൂപ്പ് ചെയ്യാനായി രണ്ടുകൂടി സെലക്ട് ചെയ്യാം. സെലക്ട് ആയിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ചെയ്യാനായി ഒബ്ജക്റ്റ്, ഗ്രൂപ്പ്, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഗ്രൂപ്പ് എടുത്താലും മതി. ഇനി നമുക്ക് ഇപ്പോൾ ഇതൊറ്റ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. മൂവ് ചെയ്ത് വെച്ചാൽ നിഴലും അതിൻ്റെ കൂടെ തന്നെ വരും. നമുക്ക് പേജിന് ഈ ഇവിടെ വരച്ചിട്ടുള്ള ഇമേജിന് കണക്കാക്കി ഇങ്ങനെയാണ് മാറ്റാൻ നോക്കാം. ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്. ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ റീസൈസ് പേജ് ടു കണ്ടൻറ്റ്, പേജ് ടു കണ്ടൻറ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ പ്രോപ്പർട്ടീസ് വിൻഡോ ഒന്ന് ഡ്രാഗ് ചെയ്ത് മാറ്റിയാൽ അപ്പം നമുക്ക് കാണാം പേജ് നമ്മൾ വരച്ച ഇമേജിന് കറക്റ്റായിട്ട് പോയി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പേജിൽ നമ്മൾ സെൻറ്ററിലായി ഞാൻ ഈ ഇമേജിന് സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വർക്ക് 1 ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. സേവ് ചെയ്യാൻ അറിയാലോ അല്ലേ? ഫയൽ സേവ് ആസ് ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്യാം. ഇനി PNG ആയി എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന ഓപ്ഷൻ എടുത്ത് സേവ് ചെയ്താൽ മതി. ഓക്കെ, വർക്ക് 1 ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. ഇനി നമുക്ക് സെക്കൻഡ് വർക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. മാതൃകയിലുള്ളതുപോലെ ഒരു സ്മൈലി ചിത്രം ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. വായുടെ രൂപം വരയ്ക്കാൻ ബെസിയർ കർവ് ടൂൾ ഉപയോഗിക്കുക. 2 കണ്ണുകളും ഒരുപോലെയാക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് സങ്കേതം ഉപയോഗിക്കുക. അതിനുശേഷം
വർക്ക് സേവ് ചെയ്യുക. നമുക്കിതൊന്ന് വരച്ച് നോക്കാം. നമുക്കത് കാണുമ്പോൾ തന്നെ ഐഡിയ കിട്ടുന്നുണ്ടാവും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. സോ ലെറ്റ്സ് ട്രൈ. Same thing, use Bezier curve tool to draw the shape of mouth and use duplicate option to make both the eyes similar. Then circle tool, draw a circle, select it, give yellow color, and next draw eyes, give black color, select it, drag into the face, right click, duplicate or Ctrl D, drag the next eye, അല്ലേ. ഇനി മൗത്ത് വരയ്ക്കാൻ it is telling the Bezier curve tool. So let's take draw Bezier curves and straight lines. Click it and draw a line first. ഇവിടെ തുടങ്ങി ഒന്ന് ക്ലിക്ക് ചെയ്ത് മൗസ് വെറുതെ ഒന്ന് മൂവ് ചെയ്യിക്കുക. അമർത്തി ഡ്രാഗ് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് മൂവ് ചെയ്യുക, സോഫ്റ്റ് മൂവ്. ദെൻ click, double click, then we get a straight line. ഇനി നമ്മൾ പോകേണ്ടത് സെക്കൻഡ് ടൂൾ, എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ്. ക്ലിക്ക് ഇറ്റ്, ഒന്ന് മൂവ് ചെയ്യിക്കുക. അതിൻ്റെ മൗസിൻ്റെ കറക്റ്റാണിപ്പോൾ. മൗസിൻ്റെ ഈ അറ്റം ഉപയോഗിച്ച് ഒന്ന് ഉപയോഗിക്കാം. കറക്റ്റല്ലേ? ഇനി ഇത് കുറച്ചുകൂടെ തിക്കാക്കാൻ നമുക്ക് സ്ട്രോക്ക് ഒന്ന് കൂട്ടിയാൽ മതി. സ്ട്രോക്ക് കൂട്ടാൻ ഇവിടെ ഫില്ലേ കാണിക്കുന്നുള്ളൂ. സ്ട്രോക്ക് ബ്ലാക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് സ്ട്രോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്തു. 0.265% ആണ്, ആണ്. ഞാനൊന്ന് കൂട്ടുന്നു. ഓക്കെ, ഇത്രയും മതി അല്ലേ. ഇനി അതിൻ്റെ സൈഡിലൊരു ലൈൻ കാണുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് ലൈൻ ടൂൾ എടുക്കാം, അല്ലെങ്കിൽ Bezier curve ടൂൾ തന്നെ എടുക്കാം. ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവച്ചു. ദെൻ ഒബ്ജക്റ്റ് ഫ്ലിപ്പ് ഹോറിസോണ്ടൽ ചെയ്തു. ഇനി ഇതിനെ ഉപയോഗിച്ച് ഇതോ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഈ ലാഫിംഗ് ലൈന് സെലക്ട് ചെയ്തുകൊണ്ട് ഈ എൻഡിൽ കുറച്ച് പ്രയാസം മൂവ് ചെയ്യാൻ. ഇനി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതിനെ അവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഈ വർക്കും നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയേ.
ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണുന്ന പോലെ മാതൃകയിലേതുപോലെ ഒരു പരിസ്ഥിതി ദിന പോസ്റ്റർ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. ഇൻ എൻവയോൺമെൻറ്റ് ഡേ പോസ്റ്റർ ഇമേജ് 10 ഫോൾഡറിലുള്ള plant.png എന്ന ചിത്രം പോസ്റ്ററിൽ ഉൾപ്പെടുത്തുക. സേവ് നേച്ചർ, സേവ് ഗ്രീൻ എന്നീ ടെക്സ്റ്റുകൾ മാതൃകയിലുള്ളതുപോലെ ചേർക്കുക. നമുക്ക് we have to type save nature and save green and also add the picture that is given in the folder image 10 in home. The name of the picture is plant.png. okay, നമുക്ക് ആദ്യം ഇതിൽ കാണുന്നത് പോലെ ഒരു സ്ക്വയർ വരയ്ക്കണം, പിന്നെ ഒരു റെഡ് കളറിൽ സർക്കിൾ വരയ്ക്കണം, ഇമേജ് ആഡ് ചെയ്യണം. അതിനുശേഷം ഇമേജിൻ്റെ താഴെ സേവ് നേച്ചർ ഇൻ ഗ്രീൻ കളർ ആൻഡ് ഇൻ യെല്ലോ കളർ സേവ് ഗ്രീൻ. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ബോക്സ് റെക്റ്റാങ്കിൾ വരയ്ക്കാം ഇൻ ഗ്രീൻ കളർ, നോട്ട് ഇൻ ഗ്രീൻ ബട്ട് ബ്ലാക്ക്. ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ച് ചേർത്തിരിക്കുന്നു. സെലക്ട് ചെയ്തു. ഓൾറെഡി ഐ ഗിവൺ ബ്ലാക്ക് കളർ. ഇനി നമുക്ക് സർക്കിളാണ് വരയ്ക്കേണ്ടത് ഇൻ റെഡ് കളർ. ഞാൻ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു, സർക്കിൾ വരയ്ക്കുന്നു. സെലക്ട് ചെയ്തു, ഗിവ് ഗ്രീൻ കളർ, റെഡ് കളർ കൊടുത്തു. മൂവ് ദ സർക്കിൾ on the box. ഇവിടെ വെച്ചു. ഇനി നെക്സ്റ്റ് to add the picture of the plant. What is the name of the picture? Plant.png. Where is it? In image 9 folder. So to add picture, file, import ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് ഹോം ഇമേജസ് 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. plant.png is the name of the picture. Just click it, double click it and give here okay. പിക്ചർ വന്നിട്ടുണ്ട്. നമുക്ക് പിക്ചർ ഒന്നും കൂടെ എടുത്തു വയ്ക്കാം. പക്ഷേ പിക്ചറിൻ്റെ താഴെ 2 ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യണ്ടേ. അതിന് വേണ്ടി ഇപ്പം സർക്കിൾ കുറച്ച് ചെറുതാണ്, മുകളിലേക്ക് വെക്കണം, അതിൻ്റെ താഴെ സ്പേസും വേണം. ഇപ്പോൾ സർക്കിൾ ഒന്നുകൂടി ചെറുതാക്കി മുകളിലേക്ക് വെച്ചു. ദെൻ അതിൻ്റെ താഴെ പ്ലാന്റ് വെച്ചു. സെലക്ഷൻ എവിടെയാണെന്ന് നോക്കണേ. പ്ലാന്റ് സെലക്ട് ചെയ്തു, പ്ലാന്റ് ഇവിടെ വെച്ചു. കുറച്ചുകൂടി കയറിയിട്ടാണ് പ്ലാന്റ്. ഒരു 75% മുകളിലേക്ക് വേണം. സെലക്ട് ചെയ്തു, പ്ലാന്റ് സെലക്ഷൻ. ഓക്കെ, പ്ലാന്റിന് ഇത്രയും കയറ്റി വെച്ചു. അതിൻ്റെ താഴെയാണ് നമുക്ക് 2 ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ടെക്സ്റ്റിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് സേവ് നേച്ചർ ഇൻ ഗ്രീൻ കളർ, അതിൻ്റെ താഴെ സേവ് ഗ്രീൻ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സേവ് നേച്ചർ, സേവ് ഗ്രീൻ, ദെൻ ടേക്ക് ഗ്രീൻ കളർ. സെലക്ഷൻ എവിടെയാണ് നോക്കണേ. ഗ്രീൻ കളർ സെലക്ട് ചെയ്തുകൊണ്ട് ആൻഡ് ടെക്സ്റ്റ് ടൂൾ, യെല്ലോ ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്ത് ടൈപ്പ് ചെയ്ത് എടുത്ത് വെച്ചാലും മതി. സേവ് നേച്ചർ, ഓൾ ക്യാപിറ്റൽ ഐ തിങ്ക്. സേവ് നേച്ചർ. Say nature in bold letters.
in all capital. ഇതിൽ നമ്മൾ ബോൾഡ് എടുത്തു. ഓക്കെ, ഫോണ്ട് സൈസ് ഒരു 64 കൊടുത്തു. ഇത്രയും എല്ലാം ഒരു 48 കൊടുക്കുന്നു. ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് ഗ്രീൻ കളറാക്കുന്ന ടെക്സ്റ്റ് and move the text below the plant. Save nature. And after that type save green and just click here and type save green. Save green and 30 font size. I change the font size to 40 and give color as yellow color. Just move here and select one yellow select and move save green to the screen. ടൈപ്പ് ചെയ്തു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സേവ് ഗ്രീൻ ടൈപ്പ് ചെയ്തു. നമ്മൾ എല്ലാം കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ഓൾ ബൈ ഡ്രാഗിങ് from one corner to other. സെലക്ഷൻ എല്ലാത്തിനും കിട്ടിയ കണ്ടോ. ഇനി അതിനെ ഗ്രൂപ്പ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ഗ്രൂപ്പ് ഓർ ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. ഇപ്പോൾ ഒറ്റ പിക്ചറായി മാറിയിട്ടുണ്ട്. നമുക്ക് പിക്ചറിനെ എങ്ങനെയാണ് ഈ പേജിനെ പിക്ചറിന് കറക്റ്റാക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു തന്നു. ഫയൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prepare the image of a tennis ball in Inkscape as in the model. Hence, create the design of the ball by copying the circle and applying a radial gradient. Next, draw the line in the center using Bezier curve tool. Stroke 4 mm. ഓക്കെ, ചെയ്ത് നോക്കാം. റേഡിയൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യണം. ടെന്നീസ് ബോൾ ഉണ്ടാക്കാം. സോ ലെറ്റ്സ് ഗോ ടു പേജ്, സർക്കിൾ ടൂൾ, ഡ്രോ എ സർക്കിൾ, then give this color. Let's check what color it is. Okay, select it, gradient tool, radial gradient, double click, center, light color, light green. I think it is light green. ഒരു ഈ ഗ്രീൻ എടുത്തു ഞാൻ കൊടുക്കുന്നു. ആൻഡ് എൻഡ് നോഡ് സെലക്ട് ബ്ലൂ കളർ, ഗിവ് എ സെപ്പറേറ്റ് കളർ. യെസ്, അപ്പം നമ്മൾ വേറൊരു കളറും കൊടുത്തിരിക്കുന്നു. ദെൻ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള കളർ യൂസ് ചെയ്യൂ കേട്ടോ. ഞാനിപ്പോൾ ഇതാ കൊടുത്തിട്ടുള്ള, വേണമെങ്കിൽ ഒന്നുകൂടി ലൈറ്റാക്കാം. ആൻഡ് ഓക്കെ, ഈ കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, കറക്റ്റ്. ഇനി നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ ഒരു എന്ത് വന്നിട്ടുണ്ട്, എ ലൈൻ വന്നിട്ടുണ്ട്. ഡ്രോ എ ലൈൻ യൂസിങ്
Bezier curve tool. Select Bezier curve tool, this one. Just click ചെയ്യുന്നു and I select this white color. Selection എഴുതാൻ നോക്കണേ, എന്തെങ്കിലും തെറ്റിപ്പോയാൽ എഡിറ്റ് ഉണ്ടോ. Then ഞാനൊരു Bezier curve tool ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക and move the line to the end. Double click. ബ്ലാക്ക് കളറിലാണ് ലൈൻ വന്നിട്ടുള്ളത്. ദെൻ നമ്മൾ ഈ എഡിറ്റ് പാത്ത്സ് ബൈ നോഡ്സ് ടൂൾ ഉപയോഗിച്ച് ഒന്നുകൂടി നോക്കാം. ഷേപ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷേപ്പ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷേപ്പ് കൊടുത്തു. ഇനി 4 mm ആണ് സ്ട്രോക്ക് സ്റ്റൈൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുണ്ട് ഫിലിം സ്ട്രോക്കും സ്ട്രോക്ക് ബ്ലാക്ക് കളർ. ഡബിൾ ക്ലിക്ക് ഇറ്റ് and stroke style 4. Type there 4. Enter key and നമുക്കത് വൈറ്റ് കളറിലേക്ക് മാറ്റാനുണ്ട്. ഒന്നുകിൽ സ്ട്രോക്ക് പെയിൻറ്റിൽ പോയി വൈറ്റിൽ മാറ്റാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ പ്രസ് ചെയ്യാം. ഓക്കെ, വൈറ്റ് കളറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യുന്നു. പേജ് റീസൈസ് പേജ് ടു ഡ്രോയിങ് സെലക്ഷൻ അറിയാലോ. ഫസ്റ്റ് സെലക്ട് ഓൾ ബൈ ഡ്രാഗിങ് ഔട്ട് ഓഫ് ദ പിക്ചർ to one and to another and object group. Next, file, document properties, resize page to content. Again resize page to drawing or selection. പേജ് വർക്കിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സേവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഫയൽ, സേവ് ആസ് ഓർ എക്സ്പോർട്ട് PNG ഇമേജ്.